ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോയിൻ പൊറോട്ട പെട്ടെന്ന് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി 400 ഗ്രാമാണ് ഞാൻ എടുത്തത്. അത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിത് പൂരിക്കല്ല കുഴക്കൂലേ, ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അധികം കട്ടിയായി പോകരുത്, അധികം കട്ടിയാവരുത്. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിനുള്ള ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കുക. കയ്യിലിങ്ങനെ പറ്റി പിടിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിന്ന് ഇത്രയുള്ളൊരു ഉരുള എടുത്തിട്ട്, ഒരു ചപ്പാത്തിൻ്റെ അത്രയുള്ളൊരു ഉരുള എടുത്തിട്ട് ഇതൊന്ന് ചപ്പാത്തി പരത്തും പോലെ പരത്തിയെടുക്കുക. കുറച്ച് പൊടി കൂട്ടിയിട്ട് പരത്തിയെടുക്കുക. അപ്പം ഇത് പരത്തുമ്പോൾ എന്ന് വെച്ചാൽ ചിലർക്ക് റൗണ്ടിൽ കിട്ടിയെന്നൊന്നും വരുമല്ല. ഇത് റൗണ്ടിൽ കിട്ടണമെന്നില്ല. നമുക്ക് എങ്ങനെയാണോ പരത്താന് ഇതായിട്ട് വരുന്നത് അതുപോലെ പരത്തിയെടുത്താൽ മതി. കാരണം ഇത് റോളാക്കി എടുത്തിട്ടാണ് നമ്മൾ എന്താക്കുക, കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഡാൽഡ ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഡാൽഡ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. പക്ഷേ ഡാൽഡയാണ് പൊറോട്ടക്ക് മാച്ചാവാം, ടേസ്റ്റ് കിട്ടുക ഡാൽഡ കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് കൈകൊണ്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുത്ത് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡ് ഭാഗം രണ്ട് സൈഡിലുള്ളതും കൂടി ഒന്നാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് ചുറ്റ് കുറവായിരിക്കും, അതിനാണ് അങ്ങനെ ആക്കി കൊടുത്തത്. പിന്നെ ബാക്കിയും കൂടി എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളതും ഇത് പരത്തിയതുപോലെ തന്നെ പരത്തിയെടുക്കുക. വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ മറ്റേതും കൂടി കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. നമ്മൾ കടയിൽ പോയിട്ട് ഇത് വാങ്ങണ്ട, നമുക്ക് പെട്ടെന്ന് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓരോന്നും എടുത്ത് കുറച്ച് പൊടി കൂട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അധികം നൈസാവണ്ട, നൈസായിട്ട് പരത്തണ്ട. നമ്മൾ പൂരിൻ്റെ എല്ലാം ആ കട്ടിക്ക് ഒന്നിത് പരത്തിയെടുക്കുക. ബാക്കിയുള്ള ഓരോ ഉരുളകളും ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മിക്സാക്കി വെച്ച ഡാൽഡേ നെയ്യില്ലേ, അതൊന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് പാനിൽ ആക്കി കൊടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വലിയ പാനായതുകൊണ്ടാണ് കുറേ ഇടാൻ പറ്റിയത്. നിങ്ങളെടുത്ത് ചെറുതാണെങ്കിൽ 2-3 ഇടാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മേലെയും കുറച്ച് നെയ്യാക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. പൊറോട്ടേൻ്റെ ഒരു പാകം നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വേവണമെന്ന്. ആ ഒരു പാകത്തിന് അതൊരു 2 മിനിറ്റ് അത്രയൊന്ന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കുക.
എന്തായാലും നിങ്ങൾ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, മക്കൾക്ക് ഇഷ്ടാവും. പിന്നെ ഇതിൽ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. ഞാൻ മുട്ട ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ. പിന്നെ ചിലർ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും, അപ്പം അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അതിന് ശേഷം ഇതൊന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചിക്കൻ കറീൻ്റെ കൂടെ, ഉരുളക്കിഴങ്ങിൻ്റെ കറീൻ്റെ കൂടെ, അതേപോലെ ചെറുപയറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.